ഇടുക്കി പൂപ്പാറയിൽ പന്നിയാർ പുഴയിലെ കയ്യേറ്റം ഒഴിപ്പിക്കലിൽ ജില്ലാ ഭരണകൂടത്തിന് വീഴ്ച സംഭവിച്ചുവെന്ന് വിമർശനം. മറ്റൊരിടത്തും ഭൂമിയും വീടുമില്ലാത്തവർക്ക് പുനരധിവാസം ഒരുക്കണമെന്നായിരുന്നു പ്രഖ്യാപനം. എന്നാൽ പകരം കണ്ടെത്തിയ വീടുകളിൽ വെളിച്ചവും വെള്ളവും അടക്കം അടിസ്ഥാന സൗകര്യമില്ല എന്നതാണ് പരാതി. മതിയായ സമയമുണ്ടായിട്ടും പുനരധിവാസം ഉറപ്പാക്കുന്നതിൽ വീഴ്ച സംഭവിച്ചുവെന്ന ആക്ഷേപം ശക്തിപ്പെടുകയാണ്. പൂപ്പാറയിൽ പന്നിയാർ പുഴ കയ്യേറി നിർമ്മിച്ച 29 വീടുകളാണ് കഴിഞ്ഞ ദിവസം പൊളിച്ചു നീക്കിയത്. വീട് നഷ്ടപ്പെട്ടവരിൽ 13 കുടുംബങ്ങൾക്ക് മറ്റ് ഭൂമിയോ വീടോ ഉണ്ടായിരുന്നില്ല. ഇവരെ താൽക്കാലികമായി പുനരധിവസിപ്പിക്കുമെന്ന് ജില്ലാ ഭരണകൂടം പ്രഖ്യാപിച്ചിരുന്നു. ഇവർക്ക് താൽക്കാലിക താമസ സൗകര്യം ഒരുക്കിയെങ്കിലും പലയിടത്തും അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നാണ് പരാതി. ഒരു വസതി ഇല്ല. പിന്നെ ബാത്റൂമിൽ നേற்று ஃபுல்லா தண்ணியே வரல. இப்போ கூட போய் பார்த்தீங்கன்னா தெரியும், ஒரு நீட் க்ளீன் எதுவுமே கிடையாது, சுத்தமாவே இல்ல. പിന്നെ ബാത്റൂമിൽ കറണ്ട് ഇല്ല. ഇവങ്ങളെ വെച്ചിട്ട് ഞങ്ങൾ എങ്ങ പോறது? വീടുകൾ പൊളിച്ചു നീക്കിയപ്പോൾ ഗൃഹോപകരണങ്ങൾ അടക്കം പൊതുസ്ഥലത്ത് ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലാണ് പലരും. കട മാത്രം പോകുന്ന അവര് പറഞ്ഞ അതുകൊണ്ട് വിശ്വസിച്ച് ഞങ്ങൾ വേറെ വീട് നോക്കില്ല. ഇന്നലെ പോയി ഒരു വീട്ടിൽ രാത്രി കിടക്കാൻ ചെന്നപ്പോ കിടക്കാൻ സ്ഥലം തന്നു. ആ വീട് വിട്ട് കാലി ചെയ്യാൻ പറഞ്ഞു. ആള് കൂടുതൽ ഇവിടെ ഇരിക്കണ്ടെന്ന് പറഞ്ഞ് സാധനമൊക്കെ മഴയത്ത് നനഞ്ഞു കിടക്കുക. ഇന്ന് ഞങ്ങള് സ്കൂളില് പിന്നെ രാജകുമാരി സ്കൂളിൽ വേണമെങ്കിൽ സാധനം വെക്കാൻ സ്ഥലം തരാമെന്ന് പറഞ്ഞു. എത്ര നാൾ തരും? ഞങ്ങൾക്ക് ഒരു വീട് എവിടെയെങ്കിലും ഇവര് സംഘടിച്ച് തന്നാ ഒരു വീട് കെട്ടി തരുന്നത് വരെ അവിടെ ഞങ്ങൾ നിന്നോളാം, ഞങ്ങൾ പോവില്ലെന്നൊക്കെ പറയില്ല. ഞങ്ങളുടെ അവസ്ഥ ഇപ്പൊ വിഷമടിച്ച് ചത്താലും കുഴപ്പമില്ലെന്നാ മോനെ ഞങ്ങൾ ഇരിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു സ്ഥലമില്ല. പുനരധിവാസത്തിൽ ജില്ലാ ഭരണകൂടത്തിന് വീഴ്ച സംഭവിച്ചുവെന്നാണ് ഇപ്പോൾ ഉയരുന്ന വിമർശനം. നിയുക്ത MLA സേനാധിപതി വേണു അടക്കം ജില്ലാ ഭരണകൂടത്തിനെതിരെ വിമർശനവുമായി രംഗത്തെത്തി. കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കുന്നതിനോ സർക്കാർ ഭൂമി കയ്യേറിയവരെ ഒഴിപ്പിക്കുന്നതിനോ ഒരാളും എതിരല്ല, ഇതിന് തടസ്സവുമല്ല. പക്ഷെ പൂപ്പാറയെ സംബന്ധിച്ച് ഏതാണ്ട് 20ഓളം കുടുംബങ്ങൾ, അവർക്ക് മറ്റൊരാശ്രയവുമില്ല, പോകാൻ ഒരിടവുമില്ല. ആ പാവങ്ങളുടെ വീടുകൾ ഇടിച്ചു നിരത്തുന്നതിന് മുമ്പ് അവരെ പുനരധിവസിപ്പിക്കാനുള്ള നടപടി ജില്ലാ ഭരണകൂടവും പഞ്ചായത്തും ചെയ്യേണ്ടതായിരുന്നു. ഇപ്പൊ 20 കുടുംബവും ആ കുടുംബത്തിലെ അംഗങ്ങളും വഴിയാധാരമായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. പുതിയ സർക്കാർ ഇവരുടെ പുനരധിവാസം ഉറപ്പാക്കുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പുഴ കയ്യേറി നിർമ്മിച്ച 88 കെട്ടിടങ്ങളാണ് പൊളിച്ചു നീക്കിയത്. ഇതിലേറെയും വ്യാപാര സ്ഥാപനങ്ങളായിരുന്നു. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.